1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. എല്ലാ ജോഡികളും ശരിയാണ്. ഝാൻസി റാണി ലക്ഷ്മിബായ്, കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഓപ്ഷൻ സി ആണ് 3, 1, 2. ഇതിൽ ആദ്യം നടക്കുന്നത് ചമ്പാരൻ സമരം 1917, പിന്നെ നടക്കുന്നത് 1918 അഹമ്മദാബാദ് മിൽ സമരം, റൗലത്ത് നിയമവിരുദ്ധ സമരം നടക്കുന്നത് 1922. ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഒന്നാമത്തേതും മൂന്നാമത്തേതും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം. നീലദർപ്പൺ, ദീനബന്ധു മിത്ര, ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഒന്നാമത്തേതും രണ്ടാമത്തേതും പ്രസ്താവനകൾ മാത്രം. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഓപ്ഷൻ എ ആണ് 3, 1, 2. ആദ്യം നടക്കുന്നത് മലയാളി മെമ്മോറിയൽ, പിന്നീട് നടക്കുന്നത് ഈഴവ മെമ്മോറിയൽ, ദെൻ നിവർത്തന പ്രക്ഷോഭം. ഇവ നടക്കുന്ന വർഷങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കടൽക്കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്തുനിന്ന് ഉദ്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് എന്ത്? ഓപ്ഷൻ എ ആണ് അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാവുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? ഓപ്ഷൻ ബി ആണ് ബാബർ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ ആണ് നീലഗിരി. 2023 55-ാം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ എ ആണ് മോഹൻലാൽ. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് 1 ശരിയല്ല. ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായത്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. നവരത്ന, മിനി രത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് 1, 3, 4 മാത്രം. സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991, സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യവസായ മേഖല. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് 1988 ഏപ്രിൽ 12. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് 4 മാത്രം. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ ആണ് 4.4%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ സി ആണ് 1, 3, 4 ശരിയാണ്. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയ ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്? ഓപ്ഷൻ സി ആണ് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ? ഓപ്ഷൻ എ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ ഭരണഘടനാ ദിനം? ഓപ്ഷൻ എ ആണ് നവംബർ 26. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ ആണ് 42. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ ആണ് ഇന്ത്യ. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി ആണ് വകുപ്പ് 324. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി? ഓപ്ഷൻ ബി ആണ് 5 വർഷം. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 1, 2, 3 മാത്രം ശരി. പാർലമെന്റ് നിയമസഭാംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു.
രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. ഇന്ത്യയിൽ ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് എല്ലാം ശരി. 1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്കുവഹിച്ചത് ഡോക്ടർ KN രാജ് ആയിരുന്നു. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 2, 3 മാത്രം ശരി. കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് 3 മാത്രം ശരി, രാഷ്ട്രപതി. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്? ഓപ്ഷൻ എ ആണ് വൈഡൽ ടെസ്റ്റ്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം? ഓപ്ഷൻ ബി ആണ് ഹീമോഫീലിയ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് കേരളം. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി? ഓപ്ഷൻ ഡി ആണ് ഫീമർ. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏത്? ഓപ്ഷൻ സി ആണ് സിറോസിസ്. ഇറ്റായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏത്? ഓപ്ഷൻ എ ആണ് കാഡ്മിയം. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രാവിറ്റി മൂലം ഉണ്ടാവുന്ന ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് 2, 4 ഇവ രണ്ടും ശരിയാണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? ഓപ്ഷൻ ഡി ആണ് EOS 09. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് 1, 4 മാത്രം. ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 1, 3 മാത്രം. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? ഓപ്ഷൻ സി ആണ് 2025. മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ സി ആണ് അടൂർ ഗോപാലകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് മേജർ ധ്യാൻചന്ദ്. അടുത്ത ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ചു നോക്കുക. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻ സി ആണ് കന്നിക്കൊയ്ത്ത്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ആണ് ശങ്കരാചാര്യർ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ് K. അരവിന്ദാക്ഷൻ. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ് ബൈ യൂസിങ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഹി ഹാസ് ഗിവൻ മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഐ ഹാവ് ബീൻ ഗിവൺ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ബൈ ഹിം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. കംപ്ലീറ്റ് ദ ഫോളോയിങ്. നൈദർ മൈ ഫ്രണ്ട് നോർ മൈ വെൽവിഷേഴ്സ്. ഓപ്ഷൻ എ ആണ് ഹാവ് സെൻഡ് മീ പ്ലസൻറ്ററീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് ഹി ഈസ് എൽഡർ ടു രാജു. ദ വേർഡ് യോംബ് മീൻസ്? ഓപ്ഷൻ എ ആണ് ടു മാർച്ച് ലബോറിയസ്ലി. ദ ഫോറിൻ ടേം ഷാഡൻഫ്രോഡ് മീൻസ്? ഓപ്ഷൻ സി ആണ് പ്ലഷർ ഫ്രം അനദേഴ്സ് മിസ്ഫോർച്യൂൺ. The synonym for the word perseverance is? Option B ആണ് doggedness. Complete the following. Drive slowly lest? Option D ആണ് you should meet with accidents. Donkey's years means? Option C ആണ് a long period of time. I am not a skeptic. Option B ആണ് am I. Metamorphosis എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ? ഓപ്ഷൻ സി ആണ് രൂപാന്തരീകരണം. അഹോരാത്രം പിരിച്ചെഴുതുക? ഓപ്ഷൻ ബി ആണ് അഹസ് പ്ലസ് രാത്രം. ശരിയായ പദം കണ്ടെത്തുക? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്ന് അർത്ഥം വരുന്ന പദം? ഓപ്ഷൻ ഡി ആണ് ദുർഗ്രഹം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം? ഓപ്ഷൻ ബി ആണ് വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? ഓപ്ഷൻ ബി ആണ് അലിംഗ ബഹുവചനം. ബുദ്ധി എന്ന വാക്കിന് പര്യായ പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക.
കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? ഓപ്ഷൻ സി ആണ് കിട്ടാതെയായി. പുല്ലിംഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് സൂര്യൻ. ശൈലി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. വനങ്ങൾ കാലാവസ്ഥാ മാറ്റം ശമിപ്പിക്കുന്നതിൽ നിർണായകമാണ്. ഇത് പ്രധാനമായും ഏത് ഘടകത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് കാർബൺ ശേഖരണം. പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണമേത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊഴിയും വനം നിർവചിക്കാൻ ആവശ്യമായ മാനദണ്ഡം? ഓപ്ഷൻ ബി ആണ് വാർഷിക മഴയും പച്ചപ്പും. സൈറ്റ്സിന്റെ പ്രധാന ലക്ഷ്യം? ഓപ്ഷൻ ബി ആണ് അന്തർദേശീയ വന്യജീവി വ്യാപാരം നിയന്ത്രിക്കൽ. ഇൻസിറ്റു സംരക്ഷണത്തിന്റെ ഉദാഹരണം? ഓപ്ഷൻ സി ആണ് ദേശീയ ഉദ്യാനം. FSI ഫോറസ്റ്റ് കവർ ആൻഡ് ട്രീ കവർ വേർതിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. പശ്ചിമഘട്ടത്തിൽ എൻഡമിസം കൂടുതലുള്ള കാരണം? ഓപ്ഷൻ ബി ആണ് ഭൂതാത്വ വേർതിരിവുകളും മൈക്രോ ക്ലൈമറ്റുകളും. സംരക്ഷിത വനം സംവരണ വനം വ്യത്യാസം? ഓപ്ഷൻ സി ആണ് സംവരണ വനത്തിൽ പൊതുജനാവകാശങ്ങൾ നിരോധിച്ചിരിക്കുന്നു. IUCN ദുർബലമായ പ്രഖ്യാപിക്കാനുള്ള ഘടകം? ഓപ്ഷൻ ബി ആണ് വാസസ്ഥല വിസ്തൃതി കുറവ്. പ്രോജക്റ്റ് ടൈഗർ വിജയത്തിനുള്ള ഘടകം? ഓപ്ഷൻ ബി ആണ് കോറിഡോർ കണക്ടിവിറ്റിയും ഇര അടിസ്ഥാനം സംരക്ഷണം. വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങൾ? ഓപ്ഷൻ ബി ആണ് കാർബൺ ശേഖരണം, മണ്ണ് സംരക്ഷണം. ഷോല ഗ്രാസ്ലാൻഡ് കാലാവസ്ഥാ മാറ്റത്തിന് സങ്കീർണം? ഓപ്ഷൻ ബി ആണ് ഉയർന്ന പ്രദേശ സ്പെഷ്യലൈസ്ഡ് സ്പീഷീസുകൾക്ക് നേരോ ടോളറൻസ്. ട്രാഫിക് പ്രവർത്തനം? ഓപ്ഷൻ സി ആണ് വന്യജീവി വ്യാപാര നിരീക്ഷണം. ബയോസ്ഫിയർ റിസർവ് തത്വം? ഓപ്ഷൻ ബി ആണ് മേഖലാടിസ്ഥാനത്തിലുള്ള സംരക്ഷണവും വികസനവും. വന സംരക്ഷണ നിയമം 1980 ലക്ഷ്യം? ഓപ്ഷൻ ബി ആണ് വനഭൂമി ഉപഭോഗമാറ്റ നിയന്ത്രണം. എൻഡമിക് സ്പീഷീസുകൾ സംരക്ഷണ കാരണം? ഓപ്ഷൻ ബി ആണ് വംശനാശ സാധ്യത കൂടുതലാണ്. വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തൽ അടിസ്ഥാനമാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് വംശനാശ സാധ്യത കൂടുതലാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വെല്ലുവിളി കാരണം? ഓപ്ഷൻ ബി ആണ് ഗ്രാസ്ലാൻഡ് മാറ്റം വേഗത്തിൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക.